ഹലോ നമസ്കാരം. സ്റ്റഡി സ്റ്റുഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി BA സെക്കൻഡ് സെമ്മിൻ്റെ ഹിസ്റ്ററി പേപ്പറിലെ ഫസ്റ്റ് ബ്ലോക്കിലെ 6th യൂണിറ്റ് 6ാമത്തെ യൂണിറ്റാണ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ കമൻറ്റുകൾ എഴുതി അറിയിക്കുക. അപ്പോൾ നിങ്ങൾക്ക് പെയ്ഡ് നോട്ട്സ് ഉണ്ട്. നോട്ട്സ് ആവശ്യമുള്ളവരുണ്ടെങ്കിൽ BA ഹിസ്റ്ററി, സോഷ്യോളജി, BA മലയാളമൊക്കെ നോട്ട്സ് ഉണ്ട്. നോട്ട്സ് ആവശ്യമുള്ളവരുണ്ടെങ്കിൽ വാട്സപ്പിൽ വന്നാൽ ഡീറ്റെയിൽസ് തരാം. മുൻ വീഡിയോയിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ വാട്സപ്പ് നമ്പർ കൊടുത്തിരുന്നു കേട്ടോ. അതിൽ ഡീറ്റെയിൽസ് പറഞ്ഞു, ആവശ്യക്കാരുണ്ടെങ്കിൽ അതിൽ ഡീറ്റെയിൽസ് തരാം. ഓക്കെ, ക്ലാസ്സിലേക്ക് പോകാം. അപ്പോൾ അതിൽ നമ്മൾ 6ാമത്തെ യൂണിറ്റ് എന്ന് പറയുമ്പോൾ ഈ ഫസ്റ്റ് ബ്ലോക്കിലെ ലാസ്റ്റ് യൂണിറ്റാണ് കേട്ടോ. പോസ്റ്റ് ഹാരപ്പൻ കൾച്ചറാണ് യൂണിറ്റിൻ്റെ പേര്. അതിൽ ട്രാൻസ്ഫോർമേഷൻ ഓർ കണ്ടിന്യൂയിറ്റി പോസ്റ്റ് ഹാരപ്പൻ പീരിയഡ്, അതാണ് ഫസ്റ്റ് വരുന്നത്. അതായത് ഹാരപ്പൻ ശേഷമുള്ള കാലഘട്ടത്തിൻ്റെ രൂപാന്തരണം അല്ലെങ്കിൽ മാറ്റം അല്ലെങ്കിൽ അതിൻ്റെ തുടർച്ച, അതാണ് ആ യൂണിറ്റിൻ്റെ പേര് വരുന്നത്. പോസ്റ്റ് ഹാരപ്പൻ കാലഘട്ടത്തിൻ്റെ സ്വഭാവത്തെക്കുറിച്ച് പണ്ഡിതോചിതമായ ചർച്ചകൾ നടക്കുന്നുണ്ട്. ചിലർ ഇതിനെ ഹാരപ്പൻ സംസ്കാരത്തിൻ്റെ തുടർച്ചയായി കണക്കാക്കിയപ്പോൾ മറ്റു ചിലർ നഗരവൽക്കരണത്തിലേക്കുള്ള ഒരു മാറ്റമായിട്ടാണ് ഇതിനെ കണ്ടിരുന്നത്. പോസ്റ്റ് ഹാരപ്പൻ ഘട്ടത്തെ നഗരവൽക്കരണ സ്വഭാവമില്ലാതെ സാംസ്കാരിക തുടർച്ച അവകാശപ്പെടാൻ കഴിയില്ല എന്ന് RS ശർമ്മ വാദിക്കുന്നുണ്ട്. ഹാരപ്പൻ പട്ടണങ്ങളും അവയുടെ ലിപിയും അപ്രത്യക്ഷമാവുകയും കെട്ടിടങ്ങൾ കത്തിക്കുകയും ചെയ്തു എന്നാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം. ഉത്തരേന്ത്യയുടെ ചില ഭാഗങ്ങളിൽ ഹാരപ്പൻ സംസ്കാരം തുടർന്നുവെന്ന് ഒരു വാദമുണ്ടെങ്കിലും BC 1ാം സഹസ്രാബ്ദത്തിൽ കണ്ടെത്തിയ പെയിൻറ്റഡ് ഗ്രേവെയർ സംസ്കാരത്തിൽ ഹാരപ്പൻ സവിശേഷതകളില്ലെന്ന് ചൂണ്ടിക്കാട്ടി ചില പണ്ഡിതന്മാർ അതിനെ നിരാകരിക്കുന്നുണ്ട്. പെയിൻറ്റഡ് ഗ്രേവെയർ കൾച്ചർ എന്ന് പറഞ്ഞ കൾച്ചറുണ്ട്. അതൊക്കെ തന്നെയാണ് നമ്മൾ ഈ ഒരു യൂണിറ്റിൽ സംസാരിക്കുന്നത്. ഒരുപാട് കൾച്ചറുകളെക്കുറിച്ച്, സംസ്കാരങ്ങളെക്കുറിച്ച് തന്നെയാണ് ഇതിൽ വരുന്നത്. അപ്പോൾ ഇതിൽ പെയിൻറ്റഡ് ഗ്രേവെയർ കൾച്ചർ എന്ന് പറഞ്ഞാൽ PGW സംസ്കാരം എന്ന ഷോട്ടിലാണ് അറിയപ്പെടുന്നത് കേട്ടോ. അപ്പോൾ ഈ PGW അല്ലെങ്കിൽ പെയിൻറ്റഡ് ഗ്രേവെയർ സംസ്കാരം സ്ക്രിപ്റ്റുകൾക്കോ വലിയ കെട്ടിടങ്ങൾക്കോ നഗരവൽക്കരണത്തിനോ സാക്ഷ്യം വഹിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. ഹാരപ്പൻ ശേഷമുള്ള ഈ സംസ്കാരങ്ങളെ അവയുടെ മൺപാത്ര തരങ്ങളാൽ വേർതിരിച്ചിട്ടുണ്ട്. വിവിധതരം മൺപാത്രങ്ങൾ നിർമ്മിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ വേർതിരിച്ചിട്ടുണ്ട്. ഇപ്പോൾ NBPW സംസ്കാരത്തിൻ്റെ എഴുത്ത് ലിപി ബ്രഹ്മി ലിപിയായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. മൺപാത്ര തരവും അതുപോലെ തന്നെ ഈ സംസ്കാരത്തിൻ്റെ എഴുത്ത് ഘടനയും അവരുടെ മൺപാത്ര തരവും ഹാരപ്പയിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടാണ്, അതായത് ഹാരപ്പൻ സംസ്കാരത്തിലെ രീതിയിൽ നിന്ന് വളരെ വ്യത്യസ്തമായ രീതിയിലാണ് കണ്ടെടുക്കപ്പെട്ടിട്ടുള്ളത്. ഇരുമ്പിൻ്റെയും അതുപോലെ തന്നെ കറൻസിയുടെയും ഉപയോഗം കൊണ്ട് ഇത് ശ്രദ്ധിക്കപ്പെട്ടു. ഈ NBPW സംസ്കാരം ശ്രദ്ധിക്കപ്പെട്ടു. ഡീറ്റെയിൽ ആയിട്ട് വരുന്നുണ്ട് കേട്ടോ. അതാണ് ഇവിടെ ഒന്നും പറയാതെ പോകുന്നത്. ഒരു ഇൻട്രൊഡക്ഷൻ എന്നോണം essay ഒക്കെ വരികയാണെങ്കിൽ എഴുതാൻ വേണ്ടി പറയാം. essay ഇതൊന്നും പരിമിതമായിട്ടേ വരുവുള്ളൂ. BC 5ാം നൂറ്റാണ്ടിൽ ഇരുമ്പിൻ്റെ ഉപയോഗം സമൂഹത്തിൻ്റെ ഘടനയിൽ തന്നെ വലിയ മാറ്റങ്ങൾ വരുത്തി എന്നാണ് ചരിത്രകാരന്മാരുടെ അഭിപ്രായം. 1900 BCയിൽ ഹാരപ്പൻ നാഗരികതയുടെ അവസാനത്തിന് ശേഷം പ്രബലമായ സംസ്കാരങ്ങൾ ഇന്തോ ആര്യൻ സംസ്കാരവുമായിട്ട് ചില എന്താ പറയുക, ഒരു തുടർച്ചയായ ഇടപെടലുകൾ നടത്തിയിട്ടുണ്ട് എന്നാണ് ചരിത്രകാരന്മാരുടെ വാദം. ഇനി പോസ്റ്റ് ഹാരപ്പൻ കൾച്ചർ, പോസ്റ്റ് ഹാരപ്പൻ സംസ്കാരത്തെക്കുറിച്ചാണ് പറയുന്നത്. ഹാരപ്പൻ നാഗരികതയുടെ തകർച്ചയ്ക്ക് ശേഷം സിന്ധു നദീതടം ചില സംസ്കാരങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. അതായത് ഹാരപ്പ കഴിഞ്ഞിട്ട് പിന്നെ ചില സംസ്കാരങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ട്. ഹാരപ്പൻ നാഗരികതയ്ക്ക് മുമ്പ് കണ്ടെത്തിയതും തുടർന്നുള്ളതുമായ ചില വസ്തുക്കൾ ഹാരപ്പന് ശേഷമുള്ള തലത്തിൽ നിന്ന് കണ്ടെടുക്കപ്പെട്ടിട്ടുണ്ട്. ഈ സംസ്കാരങ്ങളുടെ അടിസ്ഥാന സവിശേഷതകളിലൊന്ന് സെറാമിക്സിൻ്റെ ഉപയോഗമാണ്. കൽക്കോലിത്തിക്, OCP, BRW, NBP എന്നിവയുടെ നിരവധി സംസ്കാരങ്ങൾ ഇങ്ങനെയുള്ള ഈ സംസ്കാരങ്ങൾ ഉൾപ്പെടെ നിരവധി സംസ്കാരങ്ങൾ ഹാരപ്പന് ശേഷമുള്ള കാലഘട്ടത്തിൽ ഉൾപ്പെട്ടിരുന്നു എന്ന് പറയപ്പെടുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ആദ്യം അതിൽ വരുന്നത് ചാൽക്കോലിത്തിക് അല്ലേ, അത് നോക്കുക. ചാൽക്കോലിത്തിക് അല്ലെങ്കിൽ കാൽക്കോലിത്തിക് കൾച്ചർ രണ്ട് രീതിയിൽ പറയപ്പെടുന്നുണ്ട് കേട്ടോ. ഭൂരിഭാഗം പ്രോട്ടോ ഹിസ്റ്റോറിക് സംസ്കാരങ്ങളും അത് ആദ്യമായി തിരിച്ചറിഞ്ഞ സ്ഥലങ്ങൾ അല്ലെങ്കിൽ അത് ആധിപത്യം പുലർത്തിയ പ്രദേശം, അതുമല്ലെങ്കിൽ ആ കാലഘട്ടത്തിലെ മൺപാത്ര തരം, ഏത് തരത്തിലുള്ള മൺപാത്രങ്ങളാണ് ഉണ്ടായിരുന്നത് എന്നിവയുടെ പേരിലാണ് അറിയപ്പെടുന്നത്. അതനുസരിച്ച് അനേകം ചാൽക്കോലിത്തിക് സംസ്കാരങ്ങൾ നിലവിലുണ്ട്. രാജസ്ഥാനിലെ അഹാർ അഥവാ ബനാസ് സംസ്കാരം, മധ്യപ്രദേശിലെ കയാത്ത സംസ്കാരം, മാൾവയിലെയും മധ്യപ്രദേശിലെയും ചില ഭാഗങ്ങളിലുണ്ടായ മാൾവ സംസ്കാരം, പേർഷ്യയിലെ ജോർവേ സംസ്കാരം എന്നിവ ഇങ്ങനെയുള്ള ചില കാൽക്കോലിത്തിക് സംസ്കാരങ്ങൾക്ക് ഉദാഹരണങ്ങളാണ്. ചാൽക്കോലിത്തിക് സംസ്കാരത്തിൽ തിരിച്ചറിഞ്ഞിട്ടുള്ള പുതിയ സവിശേഷതകളിൽ സെമിത്തേരി സംസ്കാരത്തിൻ്റെ പെയിൻറ്റിങ്, അതുപോലെ ജുക്കാർ സംസ്കാരത്തിൽപ്പെട്ട സീലുകൾ, പിന്നെ അതുപോലെ തന്നെ ടെക്നോടെക്കുകൾ, അതുപോലെ ടെറാക്കോട്ട മോഡലുകൾ, പിന്നെ ബ്രോസ്റ്ററുകൾ എന്നിവ ഉൾപ്പെടുന്നുണ്ട്. അവരുടെ വീടുകൾ ചെളി കൊണ്ടാണ് നിർമ്മിച്ചിരുന്നത്.
ചാൽക്കൊലിത്തിക് കാലഘട്ടത്തിലെ വീടുകൾ ചെളി കൊണ്ടാണ് നിർമ്മിച്ചിരുന്നത്. ഗ്രാമീണ ജനവാസ രീതിയാണ് അവർ പിന്തുടർന്ന് പോന്നിരുന്നത്. ഗ്രാമീണ രീതി എന്ന നഗരവൽക്കരണം ഉണ്ടായിട്ടില്ല എന്നർത്ഥം. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ മറ്റനേകം ചാൽക്കൊലിത്തിക് സംസ്കാരം വ്യാപകമായിരുന്നു. അവ ഇതിനകം തന്നെ ഹാരപ്പൻ സംസ്കാരത്തേക്ക് ഒപ്പം അങ്ങനെ തുടർന്നു പോന്നു. ഹാരപ്പൻ സംസ്കാരം ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ അതോടൊപ്പം തന്നെ തുടർന്നു പോകുന്ന സംസ്കാരങ്ങളാണ്. കിഴക്കൻ രാജസ്ഥാനിലെ അഹാർ അഥവാ ബനാസ് സംസ്കാരം ചെമ്പ് ഇരുക്കലിന് പ്രസിദ്ധമാണ്. ചെമ്പ് ഉരുക്കുന്നതിന് പ്രസിദ്ധമാണ്. അഹാർ സൈറ്റിലെ ചെമ്പ് നിക്ഷേപം തന്നെ ധാരാളം അടങ്ങിയിട്ടുണ്ട്. കിഴക്കൻ മേഖലയിലെ മറ്റൊരു ചാൽക്കൊലിത്തിക് സംസ്കാരമാണ് മാൾവ സംസ്കാരം. വടക്കൻ ഡക്കാൻ മേഖലയിലാണ് ജോർവേ സംസ്കാരം നിലനിന്നിരുന്നത്. അപ്പം നമ്മൾ പറഞ്ഞതിൽ എവിടൊക്കെ എന്ത് പ്രത്യേകതകൾക്കാണ് പറയുന്നത് കേട്ടോ. മൺപാത്രങ്ങൾ ഓരോ ചാൽക്കൊലിത്തിക് സംസ്കാരത്തിലും പ്രത്യേകമായിട്ട് വേർതിരിക്കപ്പെട്ടിരുന്നു. ഓരോ സംസ്കാരത്തിലും വേറെ മൺപാത്ര നിർമ്മാണ രീതികൾ ഉണ്ടായിരുന്നു. ചുരുക്കി പറഞ്ഞാൽ ഈ ചാൽക്കൊലിത്തിക് സംസ്കാരങ്ങളെല്ലാം തന്നെ അവരുണ്ടാക്കുന്ന മൺപാത്ര തരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അറിയപ്പെട്ടിരുന്നത്. നമ്മൾ ഫസ്റ്റ് വരികയാണ് കോപ്പർ ഹോഡ് കൾച്ചർ. കോപ്പർ ഹോഡ് സംസ്കാരം. ചെമ്പിൻ്റെ ഉപയോഗം ചാൽക്കൊലിത്തിക് സംസ്കാരത്തിലെ അല്ലെങ്കിൽ കാലഘട്ടത്തിലെ മറ്റ് ശിലാസംസ്കാരങ്ങളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്ന ഒന്നാണ്. പശ്ചിമ ബംഗാൾ, ഒറീസ എന്നിവിടങ്ങളിൽ നിന്ന് ഗുജറാത്ത്, ഹരിയാന വരെയും പിന്നീട് ആന്ധ്രാപ്രദേശ് മുതൽ ഉത്തർപ്രദേശ് വരെയും 80-ലധികം ചെമ്പ് ശേഖരങ്ങൾ സ്ഥിതി ചെയ്യുന്നുണ്ട്. 80-ലധികം 80. ഈ ചെമ്പ് ശേഖരങ്ങളിൽ വളയങ്ങൾ, ബെൽറ്റുകൾ, അതുപോലെ ഹാച്ചറ്റുകൾ, വാളുകൾ, അതുപോലെ പിന്നെ കുന്തമുനകൾ, നരവംശ അതായത് മനുഷ്യ രൂപങ്ങൾ എന്നിവ അടങ്ങിയിരിക്കുന്നു. മധ്യപ്രദേശിലെ ഗുങ്കേറിയയിൽ 424 ചെമ്പ് ഉപകരണങ്ങളും ആയുധങ്ങളും 102 നേർത്ത വെള്ളി വസ്തുക്കളും അടങ്ങിയ ഏറ്റവും പ്രധാനപ്പെട്ടതും വലുതുമായ ചെമ്പ് ശേഖരം ഉണ്ടായിരുന്നു എന്ന് കണ്ടെടുക്കപ്പെട്ടിട്ടുണ്ട്. നൂറുകണക്കിന് ചെമ്പ് ശേഖരങ്ങൾ ഗംഗ, യമുന നദികളിൽ സംഗമിക്കുന്നിടത്ത് നിന്ന് അവിടെ കേന്ദ്രീകരിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ചില പ്രാദേശിക സംസ്കാരങ്ങളെ തിരിച്ചറിയുന്നതിന് വേണ്ടി അവയിൽ ആധിപത്യം പുലർത്തുന്ന പ്രത്യേക മൺപാത്രങ്ങളെ എന്താ പറയുന്ന അവസ്ഥ ചെയ്യുന്ന അല്ലെങ്കിൽ മൺപാത്രങ്ങൾ എവിടെയാണോ സ്ഥാപിക്കപ്പെട്ടുള്ളത് അതിനനുസരിച്ച് പ്രത്യേക സൈറ്റുകളുടെ അടിസ്ഥാനത്തിൽ അടയാളപ്പെടുത്തി മൺപാത്രങ്ങളുടെ പേരിലുള്ള പ്രാദേശിക സംസ്കാരങ്ങൾ രൂപപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ ചില മൺപാത്രങ്ങളുടെ അടിസ്ഥാനത്തിൽ തരംതിരിക്കപ്പെട്ട സംസ്കാരങ്ങളെക്കുറിച്ചാണ് നമ്മളിനി പഠിക്കാൻ പോകുന്നത്. അതിലൊന്നാമത്തതാണ് ഓച്ചർ കളേർഡ് പോട്ടറി കൾച്ചർ എന്ന് പറഞ്ഞാൽ തവിട്ട് നിറമുള്ള മൺപാത്ര സംസ്കാരം. ഓച്ചർ കളേർഡ് പോട്ടറി കൾച്ചർ BC 2000 മുതൽ 1500 വരെയുള്ള കാലഘട്ടത്തിനിടയിലാണ് ഈ തവിട്ട് നിറമുള്ള മൺപാത്ര സംസ്കാരം നിലനിന്നിരുന്നത് എന്ന് പറയപ്പെടുന്നുണ്ട്. ഗംഗ, യമുന നദികൾ സംഗമിക്കുന്ന പ്രദേശത്തിന് മുകൾ ഭാഗത്ത് തവിട്ട് നിറമുള്ള മൺപാത്ര നിർമ്മാണ സൈറ്റുകൾ ഗണ്യമായ എണ്ണം തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതായത് ഒരുപാട് എണ്ണം തിരിച്ചറിഞ്ഞിട്ടുണ്ട്. OCP എന്നാണ് കേട്ടോ, അത് ചുരുക്കി അറിയാം. തവിട്ട് നിറത്തിലെ ഓച്ചർ കളേർഡ് പോട്ടറി, OCP എന്ന ഷോർട്ട് ഫോമിൽ. അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറിലും അങ്ങനെ തന്നെ കാണും. അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ തന്നെയാണ് ഇനി പറയുന്നത് കേട്ടോ. OCPക്കാരുടെ വരവോടെയാണ് ഇവിടെ കുടിയേറ്റങ്ങൾ ആരംഭിച്ചത് എന്നാണ് പറയുന്നത്. രാജസ്ഥാനിനടുത്തുള്ള ജോധ്പുരയിൽ 1.1 മീറ്റർ കട്ടിയുള്ള OCP നിക്ഷേപം ലഭിച്ചു എന്ന് പറഞ്ഞാൽ തവിട്ട് നിറത്തിലുള്ള മൺപാത്ര നിക്ഷേപം ലഭിച്ചു. OCP സമുദായങ്ങൾ ഹാരപ്പൻ ജനതയുമായിട്ട് ഇടപഴകിയതായിട്ടാണ് കണക്കാക്കുന്നത്. അതായത് അവരുടെ കൂടെ തന്നെ പോയിരുന്നൊരു സംസ്കാരമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. പിന്നെ ബഹദരാബാദ്, ബിസൗള്, രാജ്പൂർ പർസു, സായിപ്പേ, അംബുഖേരി, ബഹോറിയ, ജിജ്ഞാന, ലാൽക്കില, അത്രാഞ്ചി ഖേര, ഹസ്തിനപുരം, അഹിച്ചത്ര, മായാപുര എന്നിവിടങ്ങളിലൊക്കെ OCP സൈറ്റുകൾ കണ്ടെത്തിയിട്ടുണ്ട്. ഉദാഹരണങ്ങൾ ചിലപ്പോൾ ചോദിക്കും. ഇപ്പോൾ അതിനാണ് അതത്രയും പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ഇനി നമ്മൾ ബ്ലാക്ക് ആൻഡ് റെഡ് വെയർ കൾച്ചറാണ്. കറുപ്പും ചുവപ്പും കലർന്ന മൺപാത്ര സംസ്കാരം. അതതിൻ്റെ കളറാണ് പറയുന്നത്. മൺപാത്രത്തിൻ്റെ മറ്റും പറഞ്ഞത് തന്നെയല്ലേ തവിട്ട് നിറം. 20-ാം നൂറ്റാണ്ടിൻ്റെ അവസാന പകുതിയിൽ രാജസ്ഥാനിലെ അത്രാഞ്ചി ഖേര, ജോധ്പുര, നോഹ് എന്നിവിടങ്ങളിലെ ഉത്ഖനനങ്ങളിൽ തവിട്ട് നിറമുള്ള മൺപാത്രങ്ങൾക്കും ചായം പൂശിയ ഗ്രേവെയർ ലെവിസിനും ഇടയിൽ മറ്റൊരു തലം കൂടി കണ്ടെത്തിയിരുന്നു. അത് ബ്ലാക്ക് ആൻഡ് റെഡ് വെയർ എന്ന് വിളിക്കപ്പെട്ടു. ചുവപ്പും കറുപ്പും കലർന്ന കളറോട് കൂടിയ മൺപാത്രങ്ങൾ. ചില സ്ഥലങ്ങളിൽ അത് PGW ഉപയോഗിച്ച് പെയിൻറ്റഡ് ഗ്രേവെയർ ഉപയോഗിച്ചും കാണപ്പെട്ടിരുന്നു. BRW മൺപാത്രങ്ങൾ BC 2000 മുതൽ പ്രബലമായിരുന്നു. അതായത് BRW മൺപാത്രങ്ങളാണ് ബ്ലാക്ക് ആൻഡ് റെഡ് വെയർ കേട്ടോ. BRW എന്ന് പറഞ്ഞാൽ അങ്ങനെ ഷോർട്ടിലാണ് ഇനി അറിയപ്പെടുക. ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ അങ്ങനെ തന്നെ കാണും. അപ്പോൾ BRW എന്ന് പറഞ്ഞാൽ ബ്ലാക്ക് ആൻഡ് റെഡ് വെയർ ആണ് കേട്ടോ.
ഇത് രാജസ്ഥാൻ, മധ്യപ്രദേശ്, മഹാരാഷ്ട്ര എന്നിവിടങ്ങളിലെ ജനവാസ കേന്ദ്രങ്ങളിൽ നിന്നാണ് കണ്ടെത്തിയിട്ടുള്ളത്. ബീഹാർ, പശ്ചിമ ബംഗാളിലെ ആവാസ കേന്ദ്രങ്ങളിലും BRW കണ്ടെത്തിയിട്ടുണ്ട്. അവ ചിത്രങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തി, അതായത് കറുപ്പും ചുവപ്പും നിറം കൊടുക്കുന്നതോടൊപ്പം അതിൽ ചിത്രപ്പണികളും കൂടി ചെയ്തതായിട്ടും BRW കണ്ടെടുക്കപ്പെട്ടിട്ടുണ്ട്. BRW മൺപാത്രങ്ങൾ കളിമണ്ണ് കൊണ്ടാണ് നിർമ്മിച്ചിരുന്നത്. ഡിസൈനിൽ വെളുത്ത രേഖ ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അതിൻ്റെ ഡിസൈനിൽ വെളുത്തൊരു രേഖ കൂടി ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഇവരൊന്നുകിൽ ചക്രം കൊണ്ടോ അല്ലെങ്കിൽ കൈക്കൊണ്ടോ ആണ് മൺപാത്രങ്ങൾ നിർമ്മിച്ചിരുന്നത്. കുശവൻ്റെ ചക്രം എന്ന് പറഞ്ഞില്ലേ മുന്നേ, ഒരു വീലുണ്ട് ഒരു മൺപാത്രങ്ങൾ നിർമ്മിക്കുന്നത്, അതുകൊണ്ടോ അല്ലെങ്കിൽ ചിലർ കൈകൊണ്ടും ഇത്തരത്തിലുള്ള മൺപാത്രങ്ങൾ നിർമ്മിച്ചിരുന്നു എന്ന് പറയും. ഇനി പെയിൻറ്റഡ് ഗ്രേവെയർ കൾച്ചറാണ്. PGW നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, പെയിൻറ്റ് ചെയ്ത ഗ്രേവെയർ സംസ്കാരം. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ വടക്കൻ ഭാഗത്തുള്ള പ്രധാന PGW സൈറ്റുകളാണ് ഹരിയാനയും അപ്പർ ഗംഗ താഴ്വരയും. അതിൽ ഐച്ചത്രയിലാണ് PGW ആദ്യമായിട്ട് കണ്ടെത്തിയത്. മറ്റു സൈറ്റുകളിൽ പഞ്ചാബിലെ റോപ്പർ ഉൾപ്പെടുന്നുണ്ട്. അതുപോലെ ഹരിയാനയിലെ ഭഗവൻപുര, രാജസ്ഥാനിലെ നോഹ്, ഉത്തർപ്രദേശിലെ അലങ്കപൂർ, അസ്തിനപുര, അത്രാഞ്ചി ഖേര, ജഖേര, മധുര എന്നിവ പ്രധാനപ്പെട്ട മറ്റ് PGW സംസ്കാര കേന്ദ്രങ്ങളാണ്. ഇരുമ്പിൻ്റെ ഉപയോഗം ആദ്യമായി കണ്ടെത്തിയത് PGW സംസ്കാരത്തിലാണ്. PGW മൺപാത്രങ്ങളിൽ ചക്രം കൊണ്ട് നിർമ്മിച്ചതുമുണ്ട്, ചാരനിറത്തിലുള്ളതുണ്ട്, കറുപ്പിൽ ചായം പൂശിയതുണ്ട്, അതുപോലെ തന്നെ പലതരത്തിലുള്ള രൂപകൽപ്പനകൾ ചെയ്തതും ഉൾപ്പെടുന്നുണ്ട്. അപ്പോൾ അതാണ് പെയിൻറ്റഡ് എന്ന് പറഞ്ഞത്. ഇന്ന കളർ എന്ന് അവിടെ പറയണില്ല, പലതരത്തിലുള്ളതുള്ളത് കൊണ്ടാണ് അതിനെ PGW അല്ലെങ്കിൽ പെയിൻറ്റഡ് ഗ്രേവെയർ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അവ സാധാരണയായിട്ട് കട്ടിയുള്ളതും ഒട്ടിപ്പിടിക്കുന്ന സ്വഭാവമുള്ള ഡിസൈനുകളുള്ളതും അതുപോലെ തന്നെ അവയുടെ പുറംകാമ്പിൽ നിറമുള്ളതുമായിരുന്നു. ഫെറസ് ഓക്സൈഡിൻ്റെ അമിതമായ ഉപയോഗം മൂലമാണ് ഇതിനെ പെയിൻറ്റഡ് ചെയ്ത ഗ്രേവെയർ എന്ന പേര് ലഭിച്ചത്. എന്ന് പറഞ്ഞാൽ ആ ഫെറസ് ഓക്സൈഡാണ് പെയിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ഇത് കടുത്ത ചൂടിൽ സമ്പർക്കം പുലർത്തുമ്പോൾ ചാരനിറമായിട്ട് മാറി. ഈ ഘട്ടത്തിൽ മാത്രമല്ല, മറ്റെല്ലാ മൺപാത്ര സംബന്ധമായ സംസ്കാരങ്ങളിലും ഇത് മൺപാത്ര നിർമ്മാണത്തിലെ ഒരു പ്രധാന നടപടിക്രമമായിട്ട് നിന്നു. ഈ ഫെറസ് ഓക്സൈഡ് ചേർക്കുക എന്നത് പെയിൻറ്റഡ് ഗ്രേവെയർ സംസ്കാരത്തിൽ മാത്രമല്ല, എല്ലാ മൺപാത്ര സംസ്കാരം, ഏതെല്ലാം മൺപാത്ര സംസ്കാരങ്ങളുണ്ടോ അതിലെല്ലാം അതൊരു നടപടിക്രമമായിട്ട് തുടർന്ന് പോകുന്നു എന്ന് പറയും. PGW സൈറ്റുകളിൽ നിന്നുള്ള ടെറാക്കോട്ട വസ്തുക്കളിൽ മനുഷ്യരുടെയും മൃഗങ്ങളുടെയും പ്രതിമകൾ, അതുപോലെ ഡിസ്കുകൾ, പന്തുകൾ, അതുപോലെ പോട്ടേഴ്സ് സ്റ്റാമ്പുകൾ എന്നിവ ഉൾപ്പെട്ടിരുന്നു. ഐച്ചത്ര, അസ്തിനപുര, അത്രാഞ്ചി ഖേര, ജഖേര തുടങ്ങിയ സ്ഥലങ്ങളിൽ വാട്ടിൽ ആൻഡ് ഡൗബ് രീതിയാണ് നിർമ്മാണത്തിന് വേണ്ടി ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ എന്താണ് ഈ വാട്ടിൽ ആൻഡ് ഡൗബ് എന്ന് പറഞ്ഞാൽ? ചുവരുകളും കെട്ടിടങ്ങളും നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ഒരു സംയോജിത രീതിയാണ്. അതിനാണ് വാട്ടിൽ ആൻഡ് ഡൗബ് രീതി എന്ന് പറയുക. അതാണ് എവിടെ ഉപയോഗിച്ചിരുന്നത്? PGW സംസ്കാരത്തിലും ഉപയോഗിച്ചിരുന്നത്. കോടാലി, ഉളി, മീൻകൊളുത്ത് തുടങ്ങിയ വസ്തുക്കളുടെ ഒരു ശേഖരം PGW സംസ്കാരത്തിലുണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നു. ഈ വസ്തുക്കൾ ചെമ്പ്, ഇരുമ്പ്, ഗ്ലാസ്, അസ്ഥി, അതായത് എല്ലിൻ്റെ പാർട്ടുകൾ എന്നിവ കൊണ്ടാണ് നിർമ്മിച്ചിരുന്നത്. കുന്തമുനകൾ നിർമ്മിക്കാൻ ഇരുമ്പ് ഉപയോഗിച്ചിരുന്നു എന്നും പറയപ്പെടുന്നുണ്ട്. ജഖേരയിൽ നിന്ന് ഇരുമ്പ് നിർമ്മിത അരിവാളും തൂമ്പയും, നമ്മൾ പറയില്ലേ കൈക്കോട്ട് പറയില്ലേ, അതും കണ്ടെത്തിയിട്ടുണ്ട്. അസ്തിനപുര ഒഴികെയുള്ള എല്ലാ PGW സൈറ്റുകളിലും ഇരുമ്പ് ഉപകരണങ്ങൾ കണ്ടെടുക്കപ്പെട്ടിട്ടുണ്ട്. മുത്തുകൾ, ടെറാക്കോട്ട, ഗ്ലാസ്, അസ്ഥികൾ, അതുപോലെ തന്നെ അർദ്ധവിലയേറിയ കല്ലുകൾ തുടങ്ങിയവയൊക്കെ എന്തുണ്ടാക്കിയിരുന്നു? PGW ജനത ആഭരണങ്ങൾ നിർമ്മിച്ചിരുന്നു. എന്നാൽ അർദ്ധവിലയേറിയ കല്ലുകൾ PGW കാലഘട്ടത്തിലെ ഒരു സൈറ്റിലും ലഭ്യമായിട്ടില്ല. അപ്പോൾ അതിന് മനസ്സിലാക്കുന്നത് എന്താണ്? അത് അവരുടെ പ്രദേശത്തില്ല, പകരം വ്യാപാര വിനിമയങ്ങളിലൂടെ മറ്റ് പ്രദേശങ്ങളിൽ നിന്ന് അവരുടെ പ്രദേശത്തേക്ക് എത്തിച്ചില്ല. അപ്പോൾ വ്യാപാര ബന്ധത്തിൽ ഏർപ്പെട്ടിരുന്നു എന്നതിൻ്റെ ഒരു സൂചനയാണത് നൽകുന്നത്. അതിവിടെ നിന്നൊക്കെയാണ് കണ്ടെത്തിയിരുന്നു നോക്കാം. കാശ്മീർ, ഗുജറാത്ത്, മധ്യപ്രദേശ് എന്നിവിടങ്ങളിൽ നിന്ന് ലാപ്പിസ് ലസൂലി കൊണ്ടുവന്നു. അഫ്ഗാനിസ്ഥാനിലെ ബദഖ്ഷാനിൽ നിന്നുമാണ് ഇവർ ഇത് കൊണ്ടുവന്നിരുന്നത്. മറ്റ് കല്ലുകളൊക്കെ വന്നിരുന്നത് കേട്ടോ. അരി, ഗോതമ്പ്, ബാർലി എന്നിവയുടെ കൃഷിയുടെ തെളിവുകൾ യഥാക്രമം അസ്തിനപുരിയിൽ നിന്നും അത്രാഞ്ചി ഖേരയിൽ നിന്നും കണ്ടെത്തിയിട്ട്. അപ്പോൾ ഇതിൽ പ്രധാനപ്പെട്ട എല്ലാത്തിലും വരുന്നതാണ് ഈ അത്രാഞ്ചി ഖേരയും അതുപോലെ തന്നെ ജഖേരയും. അങ്ങനെ രണ്ട് സ്ഥലങ്ങൾ പഠിച്ചു വെച്ചാൽ നിങ്ങൾക്ക് മിക്കവാറും എല്ലാ മൺപാത്ര നിർമ്മാണ സംസ്കാരങ്ങളിൽ നിങ്ങൾക്ക് എഴുതാൻ കഴിയും. അസ്തിനപുര ഒക്കെ കേട്ടോ.
കണ്ടാമൃഗങ്ങളുടെയും വളർത്തുമൃഗങ്ങളുടെയും കാട്ടുമൃഗങ്ങളുടെയും ഭൗതികാവശിഷ്ടങ്ങൾ PGW സൈറ്റുകളിൽ അസ്തിനപുര, അല്ലാപുര, അത്രാഞ്ചി ഖേര എന്നിവിടങ്ങളിൽ കാണപ്പെട്ടിട്ടുണ്ട്. കുതിരകൾ, കന്നുകാലികൾ, പന്നികൾ, ആട്, മാന് എന്നിവയുടെ അസ്ഥികളും അക്കൂട്ടത്തിൽ ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. ഇനി നോർത്തേൺ ബ്ലാക്ക് പോളിഷ്ഡ് വെയർ കൾച്ചർ, ഇതാണ് നമ്മളെന്ന് പറഞ്ഞത് NBPW. അവിടെ പറഞ്ഞില്ലേ NBPW, നോർത്തേൺ ബ്ലാക്ക് പോളിഷ്ഡ് വെയർ കൾച്ചർ കേട്ടോ. നോർത്തേൺ ബ്ലാക്ക് പോളിഷ്ഡ് വെയർ, അതാണ് NBPW. നോർത്തേൺ ബ്ലാക്ക് പോളിഷ്ഡ് വെയറിൻ്റെ തെളിവുകൾ ആദ്യമായിട്ട് തക്ഷശിലയിലാണ് കണ്ടെത്തിയത്. വടക്ക് പടിഞ്ഞാറ് തക്ഷശില ഉൽഗ്രാം മുതൽ കിഴക്കൻ ബംഗാളിലെ താൽമുക്ക് വരെയും തെക്ക് അമരാവതി വരെയും വ്യാപിച്ചു കിടന്ന 1500 NBPW സൈറ്റുകളിൽ 74 എണ്ണവും ഖനനം ചെയ്ത് എടുത്തിട്ടുണ്ട്. പഞ്ചാബിലെ റോപ്പർ, ഹരിയാനയിലെ രാജകർണ കില, രാജസ്ഥാനിലെ ജോധ്പുര, രാജസ്ഥാനിലെ തന്നെ നോഹ്, ഉത്തർപ്രദേശിലെ അഹിഛത്ര, അസ്തിനപുര, അത്രാഞ്ചി ഖേര, കസൗംബി, അതുപോലെ ശ്രാവസ്തി, ബീഹാറിലെ വൈശാലി, പാടലിപുത്ര, സോനാപൂർ, ബംഗാളിലെ ചന്ദ്രകേതുഗാർ എന്നിവിടങ്ങളായിരുന്നു പ്രധാന NBPW സൈറ്റുകൾ ഉണ്ടായിരുന്നു. ചില സ്ഥലങ്ങളിൽ NBPW ലെവല് PGW ലെവലിനെ പിന്തുടർന്ന് അങ്ങനെ പോന്നു ചില സ്ഥലങ്ങളിൽ. മറ്റ് ചില സ്ഥലങ്ങളിൽ അത് BRWവിനെ പിന്തുടർന്ന് പോന്നിട്ടുണ്ട്. മറ്റ് സ്ഥലങ്ങളിൽ അത് റെഡ് സ്ലിപ്പ് വെയർ പിന്തുടർന്നു. അതായത് മറ്റ് സംസ്കാരങ്ങളോടൊപ്പമെല്ലാം, മറ്റ് പൺപാത്ര നിർമ്മാണ സംസ്കാരങ്ങളോടൊപ്പമെല്ലാം തുടർന്ന് പോകുന്ന ഒരു സംസ്കാരമാണ് NBPW സംസ്കാരം. അതാണ് ഈ പറഞ്ഞതെന്നൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത്. മൺപാത്ര നിർമ്മാണത്തിൻ്റെ ആവൃത്തി അനുസരിച്ച് NBPW സംസ്കാരത്തെ 3 ഘട്ടങ്ങളായി തരംതിരിച്ചിട്ടുണ്ട്. NBPW സൈറ്റുകളായ അസ്തിനപുര, അത്രാഞ്ചി ഖേര, കൗസാംബി എന്നിവ ഗണ്യമായ തോതിൽ കെട്ടിടങ്ങൾ നിർമ്മിക്കുന്നതിന് തെളിവുകൾ നൽകുന്ന പ്രദേശങ്ങളാണ്. ഇത് നഗരങ്ങളുടെ ആവിർഭാവത്തിന് കാരണമായി. ചുട്ട ഇഷ്ടികയും തടിയും, അതായത് മരവും ഉപയോഗിച്ചാണ് NBPW വീടുകൾ നിർമ്മിച്ചിരുന്നത്. ഓടുകളുള്ള മേൽക്കൂരകൾ ഉണ്ടായിരുന്നു ചിലത് നന്നായി ഉറപ്പിച്ച വീടുകളായിരുന്നു. അസ്തിനപുര പ്രദേശത്തൊരു അഴുക്കുചാൽ സംവിധാനത്തിൻ്റെ തെളിവുകളും ലഭ്യമായിട്ടുണ്ട്. അപ്പോൾ അതും ചില NBPW സൈറ്റുകളിൽ നിന്ന് കണ്ടെടുക്കപ്പെട്ടിട്ടുണ്ട്. NBP ചരക്കുകളുടെ പ്രധാന നിറം കറുപ്പാണെങ്കിലും, അതായത് അവരുടെ മൺപാത്രങ്ങളുടെ പ്രധാന നിറം കറുപ്പാണെങ്കിലും സ്വർണ്ണ നിറം, വെള്ളിക്കളറ്, വെള്ള, പിങ്ക് കലർന്ന കളറ്, സ്റ്റീൽ നീല, തവിട്ട് എന്നിവയും ചില NBP വസ്തുക്കളിൽ കാണപ്പെട്ടിരുന്നു. NBPW സംസ്കാരത്തിൻ്റെ മധ്യഘട്ടത്തിലെ വെള്ളി, അതുപോലെ പഞ്ച് മാർക്കഡ്, അതായത് പഞ്ചടയാളപ്പെടുത്തിയ നാണയങ്ങൾ ഉണ്ടായിരുന്നുവെന്നും കണ്ടെത്തപ്പെട്ടിട്ടുണ്ട്. കൂടാതെ മെറ്റാലിക് കറൻസിയുടെ ഉപയോഗം NBPW സംസ്കാരത്തിൽ നിരീക്ഷിക്കപ്പെട്ട ഒരു പുതിയ ചുവടുവെപ്പായി. അതായത് നമ്മൾ മെറ്റാലിക് കറൻസി എന്ന് പറഞ്ഞാൽ മെറ്റലുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള, കോപ്പറൊക്കെ ഉപയോഗിച്ചുകൊണ്ടുള്ള കറൻസി, ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന തരത്തിലുള്ള കറൻസി, എന്താണ് മെറ്റലുകൾ കൊണ്ടുണ്ടാക്കിയ കറൻസികൾ ഉപയോഗിച്ചു എന്നത് NBPWൻ്റെ മറ്റൊരു പ്രധാന ചുവടുവെപ്പ്. അങ്ങനെ അവിടുത്തെ ഒരു പുതിയ മറ്റ് സംസ്കാരങ്ങളിൽ ഇല്ലാത്ത ഒന്നായിട്ട് നമുക്കതിനെ അടയാളപ്പെടുത്താം. PGW സംസ്കാരം പോലെ അർദ്ധവിലയേറിയ കല്ലുകൾ, ഗ്ലാസ്, കളിമണ്ണ്, ചെമ്പ്, ഷെല്ല്, അതുപോലെ അസ്ഥി എന്നിവ കൊണ്ട് നിർമ്മിച്ച മുത്തുകളും അവിടെ നിന്ന് NBPയിൽ കണ്ടെത്തിയിട്ടുണ്ട്. ചെമ്പ്, ഇരുമ്പ്, കൊമ്പ്, കളിമണ്ണ് എന്നിവയുടെ മോതിരങ്ങളും കൂടാതെ ടെറാക്കോട്ട, അഗേറ്റ്, കാർണലിയൻ എന്നിവയുടെ മാലകളും അവിടെ നിന്ന് കണ്ടെടുക്കപ്പെട്ടിട്ടുണ്ട്. കണ്ടെത്തിയ ടെറാക്കോട്ട പ്രതിമകളിൽ മനുഷ്യരുടെയും മൃഗങ്ങളുടെയും പ്രതിമകൾ ഉൾപ്പെട്ടിരുന്നു. അവയിൽ മനുഷ്യ പ്രതിമകൾ അച്ചിലാണ് വാർത്തെടുത്തിരുന്നത്, അച്ചിൽ പതിപ്പിച്ചതായിരുന്നു. അങ്ങനെയുള്ള രൂപങ്ങളാണ് ഉണ്ടായിരുന്നത്. സ്ത്രീ രൂപങ്ങൾ ആഭരണങ്ങളും വസ്ത്രങ്ങളും കൊണ്ട് അലങ്കരിച്ചിരുന്നു. മൃഗങ്ങളുടെ രൂപങ്ങളിൽ കുതിരകൾ, കാളകൾ, ആനകൾ എന്നിവ ഉൾപ്പെട്ടിരുന്നു. ബ്രഹ്മി ലിപിയിൽ കൊത്തിവെച്ച മുദ്രകളും മുദ്രവെക്കലുകൾ, അതായത് സീലുകളും NBP സംസ്കാരത്തിൻ്റെ പിന്നീടുള്ള പല ഘട്ടങ്ങളിലും കാണപ്പെട്ട ഒരു സവിശേഷതയാണ്. ഡിസ്കുകൾ, പന്തുകൾ, കളിപ്പാട്ടങ്ങൾ എന്നിവ ഉൾപ്പെടെ വിവിധ ടെറാക്കോട്ട വസ്തുക്കളും കാലഘട്ടത്തിലേതെന്ന് കരുതുന്നത് കണ്ടെടുക്കപ്പെട്ടിട്ടുണ്ട്. കളിപ്പാട്ടങ്ങൾ ഒരു ഗതാഗത മാർഗമായിട്ട്, അല്ലെങ്കിൽ ഒരു ഗതാഗത മാർഗമുണ്ടായിരുന്നു എന്ന് സൂചിപ്പിക്കുന്ന വിധത്തിൽ വണ്ടികളുടെ കളിപ്പാട്ടങ്ങളും ഉണ്ടായിരുന്നു. ഇനി അവർ അരി, ഗോതമ്പ്, ബാർലി, തിന, കടല, ഉഴുന്ന് എന്നിവയുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തി എന്ന് പറയുമ്പോൾ അതെല്ലാം അവർ കൃഷി ചെയ്തുണ്ടാക്കിയിരുന്നു, അല്ലെങ്കിൽ അവരുടെ പ്രദേശത്തുണ്ടായിരുന്നു. ഇനി ഇറക്കുമതിയാണെങ്കിൽ അവരുടെ പ്രദേശത്തുണ്ടായിരുന്നു എന്നതിൻ്റെ തെളിവുകളാണ്. ഈ ഫീച്ചേഴ്സ് ഓഫ് കാൽക്കോലിത്തിക് കൾച്ചർ.
ചാൽക്കോലിത്തിക് സംസ്കാരത്തിൻ്റെ സവിശേഷതകൾ എന്തൊക്കെയാണ്? ചാൽക്കോലിത്തിക് സംസ്കാരങ്ങൾ മുന്നേ ഒരു യൂണിറ്റിൽ വന്നതാണ് കേട്ടോ, എന്നാലും ഒന്നുകൂടി ഇതിൻ്റെ ഭാഗമായിട്ട് വരികയാണ്. അപ്പോൾ നിങ്ങൾ അങ്ങനെ ഒരു ചോദ്യം പരീക്ഷയ്ക്ക് ഉണ്ടാകുമ്പോൾ രണ്ടും ചേർത്ത് നിങ്ങൾക്ക് എഴുതാം. ചാൽക്കോലിത്തിക് സംസ്കാരങ്ങളിൽ പലതും ഗോത്രവർഗ്ഗങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. എങ്കിലും മേധാവികളാകാനുള്ള കഴിവുണ്ട് അവർക്കുണ്ടായിരുന്നു. മറ്റുള്ളവരുടെ മേൽ ആധിപത്യം സ്ഥാപിക്കാനുള്ള കഴിവ് അവർക്കുണ്ടായിരുന്നു. ചരിത്രാതീത സംസ്കാരങ്ങളിലെ ശ്മശാന വസ്തുക്കൾ ഉൾപ്പെടെയുള്ള ശവസംസ്കാര അവശിഷ്ടങ്ങൾ പോലുള്ള പുരാവസ്തു തെളിവുകൾ ഒരു ശ്രേണീപരമായ അസ്തിത്വം വെളിപ്പെടുത്തുന്നതിനുള്ള പ്രാഥമിക ഉറവിടങ്ങളിൽ ഒന്നായിട്ടാണ് കണക്കാക്കുന്നത്. അതായത് അവർക്കൊരു ശ്രേണീക്രമം ഉണ്ടായിരുന്നു എന്ന് തെളിയിക്കുന്ന വിധത്തിലുള്ള പ്രാഥമിക ഉറവിടങ്ങളായിരുന്നു അവിടെ നിന്ന് കണ്ടെടുക്കപ്പെട്ടിട്ടുള്ള ശ്മശാന തെളിവുകൾ. BC 1700 1600 കാലഘട്ടത്തിൽ കൈവശപ്പെടുത്തിയ മഹാരാഷ്ട്രയിലെ ഗോദ് നദിക്ക് സമീപമുള്ള ഒരു ചാൽക്കോലിത്തിക് പ്രദേശമാണ് ഇനാംഗാവ്. വളരെ പ്രധാനപ്പെട്ട ഒരു പ്രദേശമാണ് ഇനാംഗാവ് കേട്ടോ. ഇനാംഗാവിലെ ഒരു ശ്മശാന സ്ഥലത്ത് നിന്ന് കണ്ടെത്തിയ ഭൗതികാവശിഷ്ടങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരു പുരാവസ്തു ഗവേഷകനായ MK ധാവാലിക്കർ ഒരു മുഖ്യൻ്റെ അല്ലെങ്കിൽ ഒരു ചീഫിൻ്റെ പ്രവർത്തനങ്ങളും മേധാവിത്വ ശ്രേണിയും തിരിച്ചറിഞ്ഞിട്ടുണ്ട്. കോട്ട കെട്ടിയ വീടിനോട് ചേർന്നൊരു കളപ്പുര അവിടെ ഉണ്ടായിരുന്നു. ഇത് മുഖ്യൻ്റെ വീടാണ് എന്നാണ് തിരിച്ചറിയപ്പെട്ടിട്ടുള്ളത്. മാത്രവുമല്ല ഇനാംഗാവിൽ നിരവധി വീടുകൾ തിരിച്ചറിയപ്പെട്ടിട്ടുണ്ട്. ചാൽക്കോലിത്തിക് ജനതയുടെ വീടുകൾ വാട്ടിൽ കൊണ്ടാണ്, നേരത്തെ പറഞ്ഞല്ലോ, വാട്ടിൽ കൊണ്ടാണ് നിർമ്മിച്ചിരുന്നത്. അഹാറിലെ ആളുകൾ കല്ലുകൊണ്ട് വീട് നിർമ്മിച്ചിരുന്നു. അപ്പോൾ രണ്ടും ഉണ്ടായിരുന്നു ആ കാലഘട്ടത്തിൽ. ഇനാംഗാവ് BC 1600 മുതൽ 1400 വരെയുള്ള കാലഘട്ടത്തിലെ മാൾവ ഘട്ടത്തെയാണ് പ്രതിനിധീകരിക്കുന്നത്. ഈ കാലഘട്ടത്തിൽ മനുഷ്യരുടെ ആദ്യകാല അധിനിവേശം ഉണ്ടായിരുന്നു എന്നും പറയപ്പെടുന്നുണ്ട്. ജോർവേ സംസ്കാരം ഗ്രാമീണമായിരുന്നപ്പോൾ ഇനാംഗാവ്, ദൈമാബാദ് തുടങ്ങിയ ചില വാസസ്ഥലങ്ങൾ നഗര സ്വഭാവത്തെയാണ് പ്രദർശിപ്പിക്കുന്നത്. ദൈമാബാദ് അതിൻ്റെ വിസ്തൃതിയിലെ ഏറ്റവും വലിയ ജോർവേ സൈറ്റാണ്. കൂടാതെ ഉറപ്പുള്ള മൺമതിലുകളും കല്ലുകൊണ്ടുള്ള കൊത്തളങ്ങളും എവിടെ ഉണ്ടായിരുന്നു? ഇനാംഗാവിൽ ഉണ്ടായിരുന്നു. ഇനി ഡൊമസ്റ്റിക്കേഷൻ ഓഫ് അനിമൽസ് ആൻഡ് പ്ലാന്റ്സ് ആണ്. സസ്യങ്ങളെയും മൃഗങ്ങളെയും ഇണക്കി വളർത്തൽ. മൃഗങ്ങളെ ഇണക്കി വളർത്തുക, സസ്യങ്ങളെ വളർത്തൽ. തെക്ക് കിഴക്കൻ രാജസ്ഥാൻ, പശ്ചിമ മധ്യപ്രദേശ്, മഹാരാഷ്ട്ര എന്നിവിടങ്ങളിലെ ചാൽക്കോലിത്തിക് ജനത മൃഗങ്ങളെയും പക്ഷികളെയും വളർത്തുന്നതിൽ ഏർപ്പെട്ടിരുന്നു. വളർത്തുമൃഗങ്ങളിൽ എരുമകൾ, പശുക്കൾ, ചെമ്മരിയാട്, ആട്, പന്നി, വേട്ടയാടപ്പെട്ട മാനുകൾ എന്നിവ ഉൾപ്പെട്ടിരുന്നു. ഈ സ്ഥലങ്ങളിൽ മറ്റ് മൃഗാവശിഷ്ടങ്ങളും കണ്ടെത്തിയിട്ടുണ്ട്. അവർ അതുപോലെ തന്നെ ബീഫും പന്നിയിറച്ചിയും ഇവർ കഴിക്കുമെന്നതിന് തെളിവുകളുണ്ട്. ഗോതമ്പ്, അരി, ബജ്റ എന്നിവ ഉൽപ്പാദിപ്പിക്കുകയും ചെയ്തിരുന്നു. മഹാരാഷ്ട്രയിലെ നവദാതോളി പോലെയുള്ള സ്ഥലങ്ങളിൽ പയറ്, ഉഴുന്ന്, ചെറുപയർ, പുല്ല് പയർ തുടങ്ങിയ പയറുവർഗ്ഗങ്ങളും ചാൽക്കോലിത്തിക് ജനത കൃഷി ചെയ്തിരുന്നു. ഇനി ആർട്ട് ആൻഡ് ക്രാഫ്റ്റ്സ്, അവരുടെ കലയും കരകൗശലവും. ചാൽക്കോലിത്തിക് ജനത വലിയ ചെമ്പ് പണിക്കാരും കല്ല് പണിക്കാരുമായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ചെമ്പ് കൊണ്ട് നിർമ്മിച്ച നിരവധി ഉപകരണങ്ങളും ആയുധങ്ങളും വളകളും കണ്ടെത്തിയിട്ടുണ്ട്. മാൾവയിൽ നിന്നുള്ള സ്പിൻഡിൽ ചുരികൾ ചാൽക്കോലിത്തിക് ജനങ്ങൾക്കിടയിൽ നൂൽപ്പിൻ്റെയും അതുപോലെ നെയ്ത്തിൻ്റെയും കലയെ അവരുടെ ഇടയിൽ ഉണ്ടായിരുന്നു എന്നതിൻ്റെ സൂചനയാണ് നൽകുന്നത്. അതുപോലെ തന്നെ കുശവന്മാർ, കൊത്തുപണിക്കാർ, കുമ്മായം നിർമ്മാതാക്കൾ, സ്വർണ്ണപ്പണിക്കാർ, ടെറക്കോട്ട കരകൗശല വസ്തുക്കൾ ഉണ്ടാക്കുന്ന കരകൗശല വിദഗ്ധർ, ഇതൊക്കെയും ആരുടെ ഇടയിലുണ്ടായിരുന്നു? ചാൽക്കോലിത്തിക് ജനതയുടെ ഇടയിൽ ഉണ്ടായിരുന്നു. ഇനി റിലീജിയസ് ബിലീഫ്സാണ്, അവരുടെ മതപരമായ വിശ്വാസങ്ങളെക്കുറിച്ചാണ്. ശ്മശാനങ്ങളിൽ നിന്നുള്ള ശവക്കുഴികൾ സൂചിപ്പിക്കുന്നത് ചാൽക്കോലിത്തിക് സമൂഹത്തിൽ അധികാര ശ്രേണി നിലനിന്നിരുന്നു എന്നാണ്. ഇനാംഗാവിൽ കണ്ടെത്തിയ ടെറാക്കോട്ട പ്രതിമകൾ സ്ത്രീകളെ മാതൃദേവതകളായിട്ട് ആരാധിക്കുന്നതിനെയാണ് സൂചിപ്പിക്കുന്നത്. മാൾവയിൽ നിന്നും രാജസ്ഥാനിൽ നിന്നുമുള്ള ടെറാക്കോട്ട കാളകളെ കണ്ടിരുന്നു. അപ്പോൾ ആ കാളകൾ മതപരമായ ആരാധനയിൽ ഉപയോഗിച്ചിരുന്നതിൻ്റെ ഒരു തെളിവായിട്ടാണ് കണക്കാക്കുന്നത്. ഇനി ഡിസപ്പിയറൻസ് ഓഫ് ചാൽക്കോലിത്തിക് കൾച്ചർ, അതിൻ്റെ സംസ്കാരത്തിൻ്റെ അപ്രത്യക്ഷത, അതായത് അതെങ്ങനെയാണ് ഇല്ലാതായതെന്ന്. മധ്യ പടിഞ്ഞാറൻ ഇന്ത്യയിൽ ചാൽക്കോലിത്തിക് സംസ്കാരം BC 1200 അപ്രത്യക്ഷമായി. എങ്കിലും ജോർവേ സംസ്കാരം 700 BC വരെ നിലനിന്നു. BRW മൺപാത്രങ്ങൾ BC 2ാം നൂറ്റാണ്ട് വരെ മാത്രമേ നിലവിലുണ്ടായിരുന്നുള്ളൂ. ഇത് മധ്യ പടിഞ്ഞാറൻ ഇന്ത്യയിൽ അവസാനിച്ചെങ്കിലും ചാൽക്കോലിത്തിക് സംസ്കാരത്തിൻ്റെ അവസാനത്തിലും ആദ്യകാല ചരിത്ര സംസ്കാരങ്ങൾക്കും ഇടയിൽ ഒരു ഇടവേള ഉണ്ടായിരുന്നു. അതായത് ഇടയിൽ പിന്നെയും അതൊന്ന് കയറി വന്നിട്ടുണ്ട്. പടിഞ്ഞാറൻ ഇന്ത്യയിലും മധ്യപ്രദേശിലും ചാൽക്കോലിത്തിക് സംസ്കാരത്തിൻ്റെ തകർച്ച ഏകദേശം 1200 BC തന്നെ ആരംഭിച്ചു. മഴയുടെ കുറവുമായി ബന്ധപ്പെട്ടായിരിക്കാം ഇത് സംഭവിച്ചത് എന്നാണ് ചരിത്രകാരന്മാർ പറയപ്പെടുന്നത്. പശ്ചിമ ബംഗാളിൽ ഇത് കുറേക്കാലം കൂടി നീണ്ടു നിന്നു. ചാൽക്കോലിത്തിക് സംസ്കാരം. RS ശർമ്മയുടെ അഭിപ്രായത്തിൽ പടിഞ്ഞാറൻ ഇന്ത്യയിൽ വരണ്ട സീസണിൽ കറുത്ത കളിമണ്ണ് കുഴക്കാനുള്ള ബുദ്ധിമുട്ട് ചാൽക്കോലിത്തിക് ജനതയ്ക്ക് അതിജീവിക്കാൻ കഴിഞ്ഞില്ല എന്നാണ്.
കിഴക്കൻ ഇന്ത്യയിൽ യാതൊരു ഇടവേളയുമില്ലാതെ ഇരുമ്പുഘട്ടത്തിലേക്ക് ഉടനടി മാറുന്നതിന് പിന്നിൽ ചുവന്ന മണ്ണ് ഒരു കാരണമായിരുന്നു എന്നും അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട്. ഇത് കാർഷിക സമ്പ്രദായത്തെ കൂടുതൽ സുഗമമാക്കി. അതേസമയം ഇന്ത്യയുടെ തെക്കൻ ഭാഗങ്ങളിൽ മെഗാലിത്തിക് സംസ്കാരത്തിൽ നിന്നും ചാൽക്കോലിത്തിക് സംസ്കാരം രൂപപ്പെട്ടു എന്ന് അത് ഇരുമ്പ് യുഗവുമായിട്ട് പെട്ടെന്ന് തന്നെ രൂപാന്തരപ്പെട്ടു എന്നും പറയപ്പെടും. അപ്പോൾ ചാൽക്കോലിത്തിക് യുഗം കഴിഞ്ഞിട്ട് പിന്നെ വരുന്നത് ഇരുമ്പ് യുഗമാണ്. അതിലേക്ക് പെട്ടെന്ന് ആളുകൾ മാറി എന്നൊരു സൂചനയാണ് ഇതിൻ്റെ തകർച്ചയ്ക്ക് അല്ലെങ്കിൽ ഈ ചാൽക്കോലിത്തിക് യുഗം അപ്രത്യക്ഷമാകുന്നതിനുള്ളൊരു കാരണമായിട്ട് ഇവിടെ വിവിധ പണ്ഡിതന്മാരുടെ വാദം. ഓക്കെ, ഇത്രയാണ് യൂണിറ്റ്. അപ്പോൾ ഒരു ബ്ലോക്ക് കഴിഞ്ഞു കേട്ടോ. ഓക്കെ, താങ്ക്സ്.